പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വഴിയോര കാഴ്ചകളാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള പൂക്കളും അതുപോലെ തന്നെ ചെടികളൊക്കെ കാണാൻ പറ്റും. ഞാനൊന്ന് നടക്കുവാണേ. അപ്പോൾ ഇന്ന് ടീനയുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് വേണ്ടി കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ റാണി കൂടി വന്നതേ. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം കാണിച്ചു തരട്ടെ. നോക്കിയാൽ നമ്മുടെ നാട്ടിൽ മാവൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇത് മാവാണെന്ന്. മാവല്ല, എന്തായാലും പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗി. കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതുപോലെ ഇത് എന്തോ ഒരു മരമാണത്, എന്താണെന്നറിയില്ല. എന്തായാലും അത് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ന്യൂസൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. പാമ്പുകളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുവാണല്ലേ. അപ്പം ഞാനിന്നിപ്പോൾ 2-3 കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ചൂട് ഒരുപാട് കൂടുതലാണല്ലോ നാട്ടിലിപ്പം. എല്ലാ വർഷത്തേക്കാളും ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കാരണമായിരിക്കാം ഈ പാമ്പുകൾക്ക് ഇങ്ങനെ അളകളിലോ പൊത്തിലോ ഒന്നും ഇരിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതല്ലേ. അപ്പം എന്ത് ചെയ്യുമല്ലേ? ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ചൂട് കുറവ് വരുമോ അതോ ഇനിയും ചൂട് കൂടുതലാണോ? പക്ഷെ ഇന്നിപ്പം ഒരു സ്ഥലത്ത് കോഴിക്കോട് ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഒരു 2-3 മഴ പെയ്താൽ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ ചെടിയും ചെടിച്ചട്ടികളും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റി വെക്കുക കേട്ടോ. കാരണം അവിടെയൊക്കെ ആയിരിക്കുമല്ലോ തണുപ്പ് കിട്ടാനായിട്ട് ഇവർ വന്നിരിക്കുന്നവർ. എനിക്ക് ചെറുപ്പത്തിലേ തുടങ്ങി ഞങ്ങൾക്ക് പാമ്പിനെ പേടിയുള്ള ഒരു ഫാമിലിയാണ്. കാരണം എൻ്റെ വീട് പാടത്തിന് നടുക്കാണേ. അപ്പോൾ അവിടെ ഒരുപാട് പാമ്പുകളുടെയൊക്കെ കേന്ദ്രമായിരുന്നു. നമുക്ക് ചെറുപ്പത്തിൽ തുടങ്ങി പാമ്പിനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിരിക്കുക. വൈകിട്ട് തന്നെ എല്ലാ വീടിൻ്റെയും കതകുകളും ഡോറുകളും ഒക്കെ അടച്ചിടുക. കിടക്കുന്നതിന് മുൻപ് എല്ലാം റൂമുകളിലും നമ്മുടെ തലയിണയും തുണികളും ഒക്കെ ഒന്ന് മാറ്റിയൊക്കെ നോക്കുക. നമുക്ക് എത്രമാത്രം കെയർഫുൾ ആവാൻ പറ്റുമോ അത്രമാത്രം കെയർഫുൾ ആവുക. എത്രയോ മരണമാണല്ലോ ഇപ്പോൾ നടന്നത്. ആ ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങിയപ്പം ആ കൊച്ചു മരിച്ചു പോയി. നമുക്ക് വായിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ന്യൂസ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടും ഒരു കൊച്ചുമോൻ മരിച്ചു. പിന്നെ ഇന്നും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പാമ്പ് കടി ഏറ്റിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിപ്പം എന്താ ചെയ്യാൻ പറ്റുക? ആകെ ഏറ്റവും കെയർഫുൾ ആവുക. സുരക്ഷിതരായിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയായിട്ടും ഈ ഇലകളും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തുനിന്ന് ഈ ചെടിച്ചട്ടികളൊക്കെ മാറ്റി വെക്കുക. അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വെളുത്തുള്ളി ചതച്ചിടാണെങ്കിൽ പാമ്പിന് അവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന്. അതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് നമുക്കറിയില്ല. അങ്ങനെ അത് കറക്റ്റാണോ എന്നും അറിയത്തില്ല. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. നമ്മുടെ മുന്തിരിക്കുലകൾ പോലെ ഉണ്ടായി കിടക്കുന്ന ഈ പൂക്കളെ കണ്ടോ? നല്ല കളേഴ്സ് അല്ലേ. ലൈറ്റ് കളറ്, പക്ഷെ കാണാനായിട്ട് അതിസുന്ദരി. ഇത്രയും നീളമുണ്ട്. ഇത് വഴിയോര കാഴ്ചകളാണേ. ഇഷ്ടമായോ? ഇതിൻ്റെ പേര് വിസ്തീരിയ എന്നാണ്. കഴിഞ്ഞ വർഷം എനിക്കൊന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ. ഓർക്കുന്നുണ്ടോ? മുട്ടുണ്ടോ? അതിസുന്ദരിയായിട്ടിരിക്കുന്നല്ലേ. നമ്മുടെ നാട്ടിലെ സൂര്യകാന്തി പോലെ നോക്കിയേ. ഇതിൻ്റെ കളേഴ്സ് കണ്ടോ? ഇത് ഒരെണ്ണത്തിൽ തന്നെ മൾട്ടി കളറുണ്ട്. വെള്ളയുണ്ട്, ഒരു ചെറിയ വയലറ്റും ഉണ്ട്. ഇതളുകൾ നോക്കിയേ, എത്ര ഇതളാന്ന് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇതളുകളല്ലേ. നിങ്ങളൊന്ന് എണ്ണി നോക്കണേ എത്രയാന്നേ. ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ വിരിഞ്ഞിരിക്കുക. ഈ ഒരു ഇതിന് വ്യത്യാസമുണ്ട്, ഇതിനും വ്യത്യാസമുണ്ട്. ഇങ്ങനെ പടർന്ന് കിടക്കുക. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴേ ഒരു മരത്തിൽ എല്ലാ വർഷവും നമ്മൾ ഈ ഒരു സമയത്ത് ഈ മരം ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അസൂയോടെ നോക്കാറുണ്ട്. ഇതിൻ്റെ ഭംഗി എങ്ങനെയല്ലേ നമ്മൾ പറയാൻ പറ്റുക? ഈ പഞ്ഞി എന്നൊക്കെ പറയില്ലേ, പഞ്ഞിക്കെട്ട് കണ്ടോ? അയ്യോ, ആകാശത്തിലേക്ക് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കൊരു നാണം ഉണ്ടോ എന്നൊരു സംശയം. ഇതിനകത്ത് ഇലയുണ്ട്, പൂക്കളുണ്ട്. കഴിഞ്ഞ വർഷം ഈ സെയിം ടൈമിൽ തന്നെ ഇതിങ്ങനെ പൂത്ത് നിന്നു.
ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞാനിങ്ങനെ നോക്കാറുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണത്, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. എന്ത് പൂവാണെന്നോ കായാണെന്നോ അറിയത്തില്ല. എന്തായാലും അതിഭംഗിയായിട്ട് അതിമനോഹരിയായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നിൽക്കുന്നൊരു മരം. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് വെടിമരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ശാലയിൽ തീപിടുത്തം ഉണ്ടായതും എല്ലാം നമ്മൾ അറിഞ്ഞു. അതിനൊക്കെ എന്തായാലും നമുക്ക് പറയാൻ പോലും വാക്കുകളില്ല. അത് വായിച്ചു തീർക്കാൻ പോലും നമുക്ക് ഓരോ മലയാളികൾക്കും ബുദ്ധിമുട്ടായിരുന്നു. എത്ര പെട്ടെന്നാണല്ലേ, ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് തീ എങ്ങനെ വന്നെന്നോ ഇപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. ആ ഒരു തീ പെട്ടെന്ന് വരികയും എത്രയോ ജീവനാണ് പൊലിഞ്ഞു പോയത്, എത്രയോ കുടുംബങ്ങളാണ് അനാഥരായത്. ആ നാട്ടിലുള്ളവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല, എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇത്രയും കൂടെ നിന്ന കൂട്ടുകാർ പെട്ടെന്ന് ഇല്ലാതെയായിപ്പോയി. അതും വളരെ വിഷമകരമായൊരു സാഹചര്യത്തിലാണ് അവരെല്ലാവരും ഇല്ലാതെയായത്. നമുക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല, ചിന്തയിൽ പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു. എത്രയോ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണല്ലേ അവർ അവിടെ ഇരുന്നത്. ഉച്ചയ്ക്ക് 40 പേർക്ക് ഫുഡ് വാങ്ങിച്ചെന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് എണ്ണം വരെ മനസ്സിലായത്. അതിന്നിപ്പോൾ കുറച്ച് പേരാണ് മരിച്ചിരിക്കുന്നത്, കുറച്ച് പേര് രക്ഷപ്പെട്ടവർക്കും മരിച്ചവരുടെയൊക്കെ ആ ഒരു ഓർമ്മകളും ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്കും കുറച്ച് സമയം എടുക്കും ഒന്ന് നോർമൽ ലൈഫിലേക്ക് വരാനായിട്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വളരെ വിഷമം. നമ്മളെല്ലാവരും ആ മരിച്ചുപോയ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരാണ്. നമുക്ക് എന്തായാലും അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് വിഷമം മാത്രം, സങ്കടം മാത്രം. അവരുടെയൊക്കെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടട്ടെ, കുടുംബങ്ങൾക്ക് ധൈര്യം കിട്ടട്ടെ, മുന്നോട്ട് ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. നമ്മുടെയൊക്കെ പ്രാർത്ഥന ആ കുടുംബത്തോടൊപ്പം ഉണ്ടാവട്ടെ. അല്ലാതെ എന്താ ഇപ്പോൾ പറയാൻ പറ്റുക. വളരെ വിഷമം. കുറച്ചിങ്ങോട്ട് നടന്നു പോന്നപ്പോഴേ മഞ്ഞപ്പൂക്കളുടെ ഒരു ഭാരം തന്നെയുണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളെ, നല്ല ഇലയും പൂക്കളൊക്കെ ആയിട്ട് നല്ല മനോഹരിയായിട്ടിരിക്കുന്നു. നിങ്ങൾ ഒരു പൂക്കൾ കണ്ട് ഭംഗി തീരുന്നതിന് മുമ്പ് ഞാൻ അടുത്ത പൂക്കളിലേക്ക് പോവാണ് കേട്ടോ. ഇഷ്ടമായോ? മഞ്ഞപ്പൂക്കൾ കാണിച്ചു തന്നപ്പോഴേ ഈ വെള്ളപ്പൂക്കൾ ചോദിക്കുക, എന്തേ ചേച്ചി എന്നെ കാണിക്കാത്തതെന്ന്. അപ്പം നമുക്ക് അവരെ വേണ്ടി കാണിക്കണ്ടേ. ഇത് ശരിക്കും ഒരു കമ്മൽ പൂ തന്നെയല്ലേ, ആ നടുക്ക് മഞ്ഞയും ആ ഇതളുകളൊക്കെ ആയിട്ട് ശരിക്കും ഒരു കമ്മൽ പൂ. ഇതിൻ്റെ കൂടെ ഒരു പ്രത്യേകത ഉള്ളതുണ്ടേ, ഇതൊക്കെ ഇതുണ്ടോ, ഇതിങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോത് കാണാൻ പറ്റുന്നുണ്ടോ? പേരറിയില്ല കേട്ടോ, ടീനയ്ക്കറിയാം എൻ്റെ പേര്. കണ്ടോ? ഇഷ്ടമായോ? നമ്മുടെ നാട്ടിൽ വിഷു ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവിടെ UK ഇന്നലെയും ഒരു സ്ഥലത്ത് വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലേ ഈ പൂക്കൾ തീരാത്തത്. നോക്കിയേ, നമ്മുടെ നാട്ടിലെ കണിക്കൊന്നയോട് സാദൃശ്യമുള്ള ഒരു മരവും വലിയ മരാവും. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയല്ലേ, കണിക്കൊന്ന വലിയ മരാവുമല്ലോ. എന്നിട്ട് അതിൻ്റെ പൂ കണ്ടോ, അടുത്ത് കാണിച്ചു കേട്ടോ. ആ കറക്റ്റ് ആ മഞ്ഞ നിറത്തിൽ. തേനീച്ച പൊട്ടന്മാരുണ്ടല്ലോ, തേനീച്ച കുടിക്കാൻ വന്നിട്ടുണ്ടല്ലോ. ആകാശത്തിൻ്റെ നിറം നീലയാണ്, അതും മഞ്ഞപ്പൂക്കളും പച്ച ഇലയും അതിലൂടെ ഓടി നടക്കുന്ന നമ്മുടെ തേനീച്ച പൊട്ടന്മാരും. കഴിഞ്ഞ ആഴ്ച നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് വിനോദത്തിനൊക്കെ പോകാറുണ്ടല്ലോ, എക്സ്കർഷനൊക്കെ പോകാറില്ലേ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു വണ്ടി കൊക്കയിലേക്ക് മറിഞ്ഞത് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും വിഷമം തന്ന ഒരു സാഡായിട്ടുള്ളൊരു ന്യൂസായിരുന്നത്. എന്ത് പറയാല്ലേ, ടീച്ചേഴ്സും ആ കുട്ടികളൊക്കെ എത്രയോ സ്വപ്നങ്ങൾ നെയ്തിട്ടായിരിക്കുമല്ലേ ആ ഒരു പരിപാടിക്ക് പോയതും തിരിച്ചു വരികയായിരുന്നാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും ആ ടീച്ചേഴ്സൊക്കെ ഒരുപാട് കെയറിങ്ങും നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സായിരുന്നു. ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ഒക്കെ വീട്ടുകാരോടൊപ്പം ചേർന്ന് നമ്മളും ദുഃഖിക്കുന്നു. ആ സങ്കടത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ദൈവമേ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലേ നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. ചില ചെടികളുടെയൊക്കെ പേരറിയില്ലെങ്കിലും അതിൻ്റെ ഒരു സൗന്ദര്യം നമ്മളെ അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുപോകുമല്ലേ. നമ്മുടെ നാട്ടിലത്തെ കോഴിവാലൻ ചെടിയില്ലേ, ഒരു പണ്ടത്തെ ഒരു ചുമപ്പ് ഇങ്ങനെ താഴോട്ട് കിടക്കുന്നത്,
അതല്ല, എന്നാലും എനിക്കതുപോലെ പെട്ടെന്ന് തോന്നി കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു വയലറ്റ് കളറാണേ. അതിങ്ങനെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ആകൃതിയിൽ അതുണ്ടായി കിടക്കുന്നത് ഇങ്ങനെ. പക്ഷെ താഴോട്ടല്ല, ഇത് മുകളിലേക്കാണ്. എന്നാൽ ഇച്ചിരി നീട്ടമുണ്ട് അതിന്. ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ചെടി. എത്ര ടൈപ്പ് ചെടികളല്ലേ ഈ ലോകത്തിൽ. കണ്ടോ, അതുണ്ടായിരിക്കുന്നത് ഒരു കൊലയിൽ തന്നെ ഒരു 100 എണ്ണം ഉണ്ട്. 100 അല്ല, അതിലും കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിലെ ചെത്തിപ്പൂവിൻ്റെ ഒരു ഷേപ്പല്ലേ. ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഓർമ്മ വരുവേ. ഞാൻ ഒരുപാട് സങ്കടകരമായ വാർത്തകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു നിതിൻ എന്ന് പറഞ്ഞൊരു മോൻ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു. എത്രയോ കഷ്ടപ്പെട്ടാണ് ആ മോനെ അവർ എന്താ പറയുക ഡെൻറ്റിസ്റ്റ് ആവാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തൊക്കെയോ ജാതിയുടെ പേരിലോ എന്തൊക്കെയോ പേരിലോ അവിടുത്തെ സാറുമാർ പല കുത്തുവാക്കുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നു. സത്യം നമുക്കറിയില്ല. എന്തായാലും ആ മോൻ എന്നേക്കുമായിട്ട് ആ കുടുംബത്തിനും കൂട്ടുകാർക്കും എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമുക്കും നഷ്ടപ്പെട്ടൊരു പ്രതീതിയാണല്ലേ. ആ മോൻ്റെ ആകസ്മികമായ വേർപാടിൽ വിഷമിക്കുന്ന പേരൻസിനും വീട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും ഒക്കെ ദൈവം ഏതെങ്കിലും രൂപത്തിൽ ധൈര്യം കൊടുക്കട്ടെ. നമ്മളും ആ സങ്കടത്തിൽ നമ്മൾ ഒരുപാട് പങ്കുചേരുന്നു. നമുക്കൊന്നും വാർത്തകൾ വായിക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് സങ്കടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താ ചെയ്യുക അല്ലേ. നമ്മൾ നേരത്തെ കണ്ട ചെടിയില്ലേ, അതിൻ്റെ തന്നെ വേറൊരു കളറാണതേ. അതിലും നല്ല നല്ല തീപ്പെട്ടി കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതെ. ശരിക്കും ആ ചെത്തിപ്പൂവിൻ്റെ ഒരു ഷേപ്പില്ലേ ഇതിനതേ അല്ലേ. ഇതാ ഒരു ചെടിയിൽ നിറയെ ഉണ്ടായി നിൽക്കുക. ഇങ്ങനെ ഈ ഒരു സമയത്ത് വന്നാൽ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ പോവും. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റ് ചെടികൾ ഒരു സമയത്ത്, അത് കഴിഞ്ഞ് പിന്നെ അത് പോയിട്ട് അടുത്ത സെറ്റ്, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ UK ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി ഏതൊക്കെയാണ് ചെടികളാണ് വരുന്നതെന്ന്. അപ്പം അങ്ങനെ ഇന്നാണെങ്കിൽ ആകാശത്തിന് നല്ല നീല കളറും. അങ്ങനെ പോണ സമയത്ത് നോക്കിയേ, ഈ ഒരു മരത്തിലുണ്ടായി കിടക്കുന്ന ഇത് വെള്ളയാണ്. ഇതിന് മുൻപൊക്കെ നിങ്ങൾ കണ്ടു കാണും, എന്നാലും പഞ്ഞിക്കെട്ട് പോലെ അങ്ങനെ നിൽക്കുന്നു. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട അതെല്ലാം തോന്നേ, വേറെ ഏതോ ഒരു ചെടിയാണിത്. 2 ദിവസം മുൻപ് വാർത്തയിൽ വന്നത് നിങ്ങളെല്ലാവരും വായിച്ചു കാണും. നമ്മൾ ഇത് കാണുന്ന മിക്കവരും അമ്മമാരായിരിക്കുമല്ലോ. നമ്മുടെ മക്കൾ ഏതെങ്കിലും രൂപത്തിൽ എന്താ പറയുക ദുർമാർഗങ്ങളിലൂടെ പോകുമ്പം അമ്മമാരായിരിക്കും കൂടുതൽ വേവലാതിപ്പെടുന്നതും അഡ്വൈസ് കൊടുക്കുന്നതും. അങ്ങനെ കൊടുത്ത അഡ്വൈസാണ് ഒരമ്മ മകൻ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. വാർത്തയിൽ കാണുന്നത് മാത്രമേ നമുക്കറിയാവൂ, സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും വാർത്തയിൽ അത് കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ഒരുപാട് വിഷമം തോന്നി. നല്ല മാർഗത്തിലൂടെ മകനെ നീ പോകണമെന്ന് പറഞ്ഞ അമ്മയോട് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ആ മകന് പിടിച്ചു നിൽക്കാനാവാതെയായപ്പം അമ്മയെ എന്നേക്കുമായിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയിക്കേണ്ടി വന്നു ആ മകന്. എത്രയോ ദുഃഖകരമായൊരു വാർത്ത. നമുക്കതൊന്നും പറയാനായിട്ട് മലയാള ഭാഷയിൽ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കഷ്ടമാണോ ദുഃഖമാണോ വിഷമമാണോ, എങ്ങനെയാണ് ഇതിനെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക? ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഓരോ ന്യൂസും എന്താ പറയുക ഒട്ടും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തതാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? കൊലപാതകം ചെയ്യാനായിട്ട് ആർക്കും ഒരു പേടിയില്ലാത്തൊരു സമയത്താണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. അതെന്താണെന്നറിയില്ല. അതിന് ശിക്ഷ കുറഞ്ഞിട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പേടിയില്ല ആർക്കും ആരെയും കൊല്ലാനായിട്ട്. വളരെ വിഷമം. അകലങ്ങളിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നാടിന് നമുക്ക് ഭയമാണിപ്പം. ഈ ഒരു സമയത്ത് നമ്മൾ UK ഏത് സ്ഥലങ്ങളിൽ നടന്നാലും അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൂക്കളും മരങ്ങളൊക്കെ കാണും. ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ, ഇത് ചെടിയാണോ ഇത് പ്ലാന്റ് എന്താ പൂവാണോ എന്നറിയില്ല. നോക്കിയേ, അയ്യോ ഞാൻ കണ്ടിട്ടോ അതിന് മുൻപ്. എൻ്റെ ദൈവമേ, ഇതെന്തോ ഈ കാണുന്നേ, എത്ര ബ്യൂട്ടിഫുള്ളാ. ഇതിന് മുൻപ് നമ്മുടെ വീഡിയോയിലേക്ക് ഇത് വന്നിട്ടില്ല കേട്ടോ. എൻ്റെ ഭംഗി എടുത്തിട്ടും തീരുന്നില്ലല്ലോ. പതുക്കെ എടുക്കാമേ. 2 നാൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി എടുക്കുമ്പം പതുക്കെ മൊബൈൽ നീക്കണമെന്ന്. അപ്പം ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ. ശരിയല്ലേ. ഇത് നമ്മുടെ നാട്ടിലെ പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട്. ഇതൊന്ന് പിടിച്ച് നോക്കട്ടെ എന്താണ്. ഇതാണേ ഇതിൻ്റെ പൂക്കൾ. ഇല്ല, ഇത് വേറെ എന്തോ ടൈപ്പ്. അത് നല്ല ഭംഗി കാണാൻ. ഞാൻ
കണ്ടിട്ടില്ല കേട്ടോ, അത് പേരും അറിയില്ല. ടീനക്കുട്ടിക്ക് അറിയായിരിക്കാം പേര്. ഇങ്ങനെയൊക്കെ ഇങ്ങനെ താഴേക്ക് കിടക്കുക അത്. അതും ആകാശം എല്ലാം കൂടി അങ്ങ് കൂട്ടിയെടുക്കുമ്പോഴേ ഒരു പ്രത്യേക ഭംഗി. ഇത്ര തരത്തിലുള്ള ചെടികളല്ലേ ഈ ലോകത്ത്. തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചപ്പോഴേ ഇവരെന്നെ മാടി വിളിച്ചു. എന്നൊക്കെ ചെറിയ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ. ഇത് ലുക്സ് ലൈക്ക് ഏതൊരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ല ഏതാന്ന് കേട്ടോ. ഓക്കെ, ചെറിയ തണലിൽ നല്ല നിർവൃതി അടഞ്ഞ് ആടി ആടി ഉലയുന്ന നല്ല നല്ല ചെടിയുടെ കൊമ്പുകളും അതിൻ്റെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കേട്ടോ. ഹാപ്പിയായോ? നമ്മുടെ വീഡിയോയിൽ ഒരുപാട് വരുന്നത് മഞ്ഞ ഫ്ലവേഴ്സാണല്ലേ. ഇതൊരു മഞ്ഞ ഫ്ലവറാണ്, പക്ഷെ ഇത് കഴിഞ്ഞു തുടങ്ങി. എൻ്റെ പേരൊന്നും ചേച്ചിക്ക് അറിയത്തില്ല. ടീനക്കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പേരുകളൊക്കെ ടീനയ്ക്കറിയാം. ടീനക്ക് ഇന്ന് വരാനായിട്ട് ഇന്ന് തിരക്കിലാണ് ടീന, ഇത് വരാൻ പറ്റിയില്ല. ഇതാണ് ഈ മഞ്ഞപ്പൂക്കൾ. അങ്ങനെ ഞാൻ ഇനി തിരിച്ച് നടക്കുവാണേ. നിങ്ങളിതൊക്കെ കമൻ്റൊക്കെ ഇടണം കേട്ടോ പ്ലീസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. എന്തായാലും ഞാൻ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഈ പൂക്കളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട്. നമ്മൾ ആദ്യം കാണിച്ച വെള്ള മരത്തിനെ ഒന്നും കൂടി ഒന്ന് എടുക്കുവാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇന്നത്തെ ബ്യൂട്ടിയസ്റ്റ് ഇതായിരിക്കും അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്യണേ ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ താങ്ക് യു.